നല്ല നല്ല പ്രതികരണം. 4 ഇതും കൂടെ 5 റൗണ്ടോളം. അവരുടെ കൂടെ ഉണ്ടാവും. അതന്നെ എന്തിനും. ഇവിടെ കുറേ കംപ്ലൈൻറ്റ്സ് പറയാനൊക്കെ ഉണ്ട്. അതൊക്കെ പരാതികൾ ഈ വെള്ളം, റോഡ്, ലൈറ്റ് അങ്ങനത്തെ ഒക്കെ തന്നെയാണ്. ഇല്ല, ഉണ്ട് ചിലത് മാത്രം. ചില ഏരിയകൾക്ക് വെള്ളം ഇല്ലാത്ത പ്രശ്നം, കുറേ കംപ്ലൈൻറ്റ്സ് ഒക്കെ ചിലർ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ സോൾവ് ചെയ്യാൻ കൂടെ ഉണ്ടാവും. ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് അതിൻ്റെ അവസാന ലാപ്പിൽ എത്തി നിൽക്കുമ്പോൾ എടയൂർ ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ 22 വാർഡുകളുണ്ട്. 22 വാർഡിൽ ഏറ്റവും ബഹുഭൂരിപക്ഷത്തോടു കൂടി വിജയിക്കുന്നത് ഈ 9ാം വാർഡിലെ ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി സുധീഷായിരിക്കുമെന്ന കാര്യത്തിൽ ഞങ്ങൾക്കൊരു തർക്കവുമില്ല. തീർച്ചയായിട്ടും ഞങ്ങൾ വിജയിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. 22 വാർഡിൽ ഏറ്റവും ഭൂരിപക്ഷമുള്ള വാർഡായി 9ാം വാർഡിനെ മാറ്റാൻ ഞങ്ങൾ തയ്യാറെടുത്ത് കഴിഞ്ഞു. ഇനി അതിൻ്റെ റിസൾട്ട് മാത്രമേ ബാക്കിയുള്ളൂ എന്നാണ് എനിക്ക് പറയാനുള്ള അവസരത്തിൽ. വളരെ അനുകൂലമായിട്ടുള്ള ഒരു പ്രതികരണമാണ്. ഇത്രയും അനുകൂലമായിട്ടുള്ള ഒരു പ്രതികരണം ഉണ്ടായിട്ടില്ല ഇതിനു മുന്നേ. വളരെ പോസിറ്റീവായിട്ട് ജനങ്ങൾ കാണുന്നു, വരുന്നു, നല്ല രീതിയിൽ സൽക്കരിക്കുന്നു. ഒരു മെമ്പർ എന്ന നിലയിൽ ഇപ്പോൾ തന്നെ ഈ ശ്രുതി തിരഞ്ഞെടുക്കപ്പെട്ട രീതിയിലാണ് ജനങ്ങൾ കാണുന്നത്. അത്രയും നല്ലൊരു ഊഷ്മളമായിട്ടുള്ള സ്വീകരണമാണ് എല്ലാ വീട്ടിൽ നിന്നും നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് രാവിലെ തുടങ്ങിയതാണ്. 9 മണിയായി തുടങ്ങിയിട്ട് നടക്കൽ തുടങ്ങിയതാണ്. നല്ല ഒരു ഇതാണ് ഇപ്പോൾ പോയോട്ടൊക്കെ ഉള്ളത്. നല്ല പ്രതികരണമാണ്. വിജയിക്കും തന്നെയാണ് നമ്മളെ പ്രതീക്ഷ. എല്ലാവരും ഇപ്പോൾ നമ്മളോടൊപ്പം നല്ല ഇതിൽ നിൽക്കുന്നുണ്ട്. പിന്നെ ഇപ്പോൾ വാർഡിൻ്റെ പ്രശ്നങ്ങൾ എല്ലാവരും നമ്മളോട് പറയുന്നുണ്ട്. ഒരു വികസനം വന്നിട്ടില്ല കുറച്ചായിട്ട്, അപ്പോൾ അതിനൊരു ബദൽ പറഞ്ഞിട്ട് നമ്മളതിനെ സഹായിക്കാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. വാർഡിൻ്റെ വികസനം തന്നെയാണ് മെയിനായിട്ടുള്ളത്. റോഡ്, വെള്ളം, ലൈറ്റ്, അതാണ് ഇപ്പോൾ കാര്യമായിട്ട് ഇവിടെ ഇല്ല എന്നുള്ളത് നമുക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളത് ഈ നടത്തത്തിൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്തായാലും പ്രവർത്തിക്കും. വാർഡിലെ ജനങ്ങളോടൊപ്പം ഉണ്ടാവും. വാർഡ് ഭരിക്കുന്നത് ഐക്യജനാധിപത്യ മുന്നണിയാണ്. ഈ വാർഡിൻ്റെ വികസനത്തിന് അവർ ഇതുവരെ മുൻകൈയെടുത്തൊന്നും തന്നെ ചെയ്തിട്ടില്ല. ഒരു വികസന പ്രവർത്തനം ഒന്നും തന്നെ ഈ വാർഡിൽ നടക്കുന്നില്ല. അപ്പോൾ ഞങ്ങൾ ജനങ്ങളുടെ ഇടയിൽ ചെല്ലുമ്പോൾ ഞങ്ങൾ ഒരു 4ാമത്തെ റൗണ്ടാണ് നടത്തുന്നത്. ആളുകൾ വളരെ നിരാശരാണ്. ഇവിടെ ഈ വാർഡിന് വേണ്ടിയിട്ട് ഞങ്ങൾ പരമാവധി പഞ്ചായത്തിൽ നിന്നും അതുപോലെ തന്നെ മറ്റുള്ള സർക്കാരിൽ നിന്ന് കിട്ടുന്ന ആനുകൂല്യങ്ങൾ ഇവിടുത്തെ ജനങ്ങൾക്ക് വാങ്ങിക്കൊടുക്കാനും അവരെ കൂടെ നിൽക്കാനും ഞങ്ങൾ ഉണ്ടാവും. ഈ ജനങ്ങളുടെ കൂടെ ഉണ്ടാവും. കഴിഞ്ഞ മുൻവർഷങ്ങളൊക്കെ ആയിട്ട് തന്നെ നമുക്കറിയാം നമ്മുടെ ഈ വാർഡിനകത്ത് ഒരു വികസന പ്രവർത്തനങ്ങളൊന്നും നടന്നിട്ടില്ല. ഐക്യജനാധിപത്യ മുന്നണിയായിട്ടുള്ള UDFൻ്റെ ഭരണമായിരുന്നു കഴിഞ്ഞ 10 വർഷക്കാലമായിട്ട് നമ്മൾ ഈ വാർഡിനകത്ത് ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ നിലവിൽ കഴിഞ്ഞ 8ാം വാർഡ് എന്നുള്ളതാണ് ഇപ്പോൾ 9ാം വാർഡ് വിഭജിച്ചിട്ട് നമ്മൾ 9ാം വാർഡായിട്ടുള്ളത്. അമ്പലസിറ്റി അതുപോലെ തന്നെ തെക്കേക്കര പുന്നാഞ്ചോല ഏരിയ. ഇവിടുത്തെ പ്രധാനപ്പെട്ട വിഷയം എന്നുള്ളത് റോഡുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളാണ്. അതേപോലെ തന്നെ നമുക്കറിയാം ജനങ്ങൾക്ക് വേണ്ടിയുള്ള കുടിവെള്ള പ്രശ്നങ്ങൾ. പിന്നെ നമുക്കറിയാമല്ലോ ഭവന നിർമ്മാണം. ഇപ്പോൾ കേരളത്തിലൊക്കെ തന്നെ നമ്മുടെ LDF സർക്കാർ വന്നതിന് ശേഷം ലൈഫ് ഭവന മിഷനൊക്കെ വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ പഞ്ചായത്തിനകത്ത് ഒരു തരത്തിലും ലൈഫ് മിഷൻ പദ്ധതി ഏറ്റെടുത്ത് ഒരു നല്ല പ്രവർത്തന രീതികളൊന്നും നടത്തിയിട്ടില്ല. അപ്പോൾ അതിനൊക്കെ ഒരു ബദൽ വേണമെന്നുണ്ടെങ്കിൽ പഞ്ചായത്തിലും LDF വരണം. അതേപോലെ തന്നെ നമ്മുടെ വാർഡിനകത്ത് വികസനം വരണമെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തന്നെ അധികാരത്തിൽ വരണം. അപ്പോൾ ഈ വർഷം നമ്മുടെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് നമ്മുടെ വികസന പ്രവർത്തനങ്ങളാണ്. എടയൂർ പഞ്ചായത്തിലെ ഏത് വാർഡിലാണ് താങ്കൾ മത്സരിക്കുന്നത്? എടയൂർ പഞ്ചായത്ത് 9ാം വാർഡ് അമ്പലസിറ്റി. ഇപ്പോൾ ഇത്രയും സമയത്തിനകം എത്ര റൗണ്ട് പ്രചരണം കഴിഞ്ഞു? ഇന്ന് വരെ 3 റൗണ്ട് പൂർത്തിയായി. അപ്പോൾ ഇത്രയും സമയത്തിനകം നടന്ന പ്രചരണത്തിൽ എന്താണ് ജനങ്ങളുടെ അഭിപ്രായം, പ്രതികരണം എങ്ങനെയാണ്? ജനങ്ങളുടെ പ്രതികരണം മെയിനായിട്ട് റോഡിൻ്റെ വിഷയം പറഞ്ഞിട്ടുണ്ട്. അതായത് കഴിഞ്ഞ വർഷത്തെ UDF വരെ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ പറഞ്ഞു. എന്താ വെച്ചാൽ കുടിവെള്ളം, അതുമാതിരി റോഡ്, ലൈറ്റിൻ്റെ പ്രശ്നമൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ വർഷം അതിന് മുന്നത്തെ 2014 ഞാൻ ജയിച്ചതാണ്. അപ്പോൾ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ പഞ്ചായത്തിലെ എല്ലാ ഫണ്ടുകളും ഞാൻ എൻ്റെ വാർഡിലത്തെ എല്ലാ ഭാഗത്തേക്കായിട്ട് കൊടുത്തിട്ടുണ്ട്. റോഡായാലും
പിന്നെ കുടിവെള്ളമായാലും എല്ലായിടത്തേക്കും എത്തിച്ചിട്ടുണ്ട്. ഇനിയും ഈ ഒരു 5 വർഷം എനിക്ക് കിട്ടുകയാണെങ്കിൽ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ പഞ്ചായത്തിലെ എല്ലാ ഫണ്ടുകളും അതുമാതിരി കേന്ദ്രത്തിൻ്റെ ഫണ്ടുകൾ ഞങ്ങൾ കേന്ദ്രമന്ത്രിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ വാർഡിൽ കൊണ്ടുവരുമെന്ന് പ്രതിജ്ഞ ചെയ്യുന്നു. നമ്മളെ എടയൂർ പഞ്ചായത്തിൽ 9-ാം വാർഡ് അമ്പലസിറ്റിയിൽ കഴിഞ്ഞ 5 വർഷമായിട്ട് ഒരു വികസന പ്രവർത്തനങ്ങളും നടന്നിട്ടില്ല. പ്രകടന പത്രിക ഞങ്ങളുടെ കൈവശമുണ്ട്. ആ പ്രകടന പത്രിക നോക്കിയാൽ നമുക്ക് വ്യക്തമായി അറിയാൻ പറ്റും. ഇവിടെ അമ്പലസിറ്റി നിവാസികൾ സൗജന്യ കുടിവെള്ളം, അത് നമ്മൾ പൂവത്തുന്തറ കോളനിയിലും പറഞ്ഞതാണ്, അത് നടപ്പിലാക്കിയിട്ടില്ല. അതേമാതിരി പഴൂർ പാലം കടവ് കെട്ടിയിട്ട് അത് ബലിതർപ്പണത്തിന് സൗകര്യമൊരുക്കുമെന്ന് UDFൻ്റെ സർക്കാർ പറഞ്ഞിരുന്നു. അതും അവർക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതേമാതിരി നമ്മുടെ അമ്പലസിറ്റിയിൽ കൂരിയാൽ മുതൽ ആ മേലെ വരെ റോഡ് ചെയ്തു തരാമെന്ന് പറഞ്ഞിരുന്നു, അത് ചെയ്യാൻ പറ്റില്ല. പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ UDFൻ്റെ കഴിഞ്ഞ ഭരണത്തിൽ ചെയ്യാൻ സാധിച്ചിട്ടില്ല. അതിൻ്റെ മുന്നത്തെ കാലം ബിന്ദുവെച്ച് മെമ്പറായ സമയത്ത് നമുക്ക് 28 ലക്ഷം രൂപയുടെ റോഡ് പണിയാണ് നമ്മൾ ഈ വാർഡിൽ ചെയ്തിട്ടുള്ളത്. അത് ഏതൊക്കെ വാർഡുകളിൽ എന്നുള്ള എല്ലാവർക്കും അറിയാം. നമ്മുടെ അടുത്ത് അതിൻ്റെ രേഖ ഉണ്ട്, എല്ലാ കാര്യങ്ങളുണ്ട്. കൃത്യമായി 28 ലക്ഷം രൂപയുടെ റോഡ് പണി ചെയ്തിട്ടുണ്ട്. കേന്ദ്രമന്ത്രിമാരായ ജോർജ് കുര്യനും സുരേഷ് ഗോപി സാറിനെയും കൊണ്ടുവന്ന് നമ്മൾ ഇവിടുത്തെ ഒരു വികസനം ചെയ്യുന്നുള്ളത് നമുക്ക് അവർ ഉറപ്പ് തന്നിട്ടുണ്ട്. നിങ്ങൾ ജയിക്കുകയാണെങ്കിൽ ഞങ്ങൾ എന്തായാലും ആ കാര്യങ്ങൾ ചെയ്തു തരാമെന്നുള്ളത് നമുക്ക് ഉറപ്പ് തന്നിട്ടുണ്ട്. എടയൂർ ഗ്രാമപഞ്ചായത്തിലെ അമ്പലസിറ്റി 9-ാം വാർഡിൽ നിന്നും ജനവിധി തേടുന്ന സരോജിനി NK എന്ന ഞാൻ എൻ്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായ കപ്പും സാസറും ചിഹ്നത്തിൽ വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് 2 റൗണ്ട് പൂർത്തീകരിച്ചിട്ടുണ്ട്. ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങിച്ചെന്നപ്പോൾ അവരുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒരുപാട് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. സാധാരണക്കാരിയായ എനിക്ക് 15 വർഷമായി തുടർച്ചയായി പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് എന്നെക്കൊണ്ട് കഴിയും വിധം നിങ്ങളോടൊപ്പം നിന്നുകൊണ്ട് എല്ലാ വിധത്തിലും ബ്ലോക്ക് പഞ്ചായത്താണെങ്കിലും ഗ്രാമപഞ്ചായത്താണെന്നുണ്ടെങ്കിലും ജില്ലാ പഞ്ചായത്താണെന്നുണ്ടെങ്കിലും വിവിധ മേഖലകളിൽ നിന്നുള്ള ആനുകൂല്യങ്ങളാണെന്നുണ്ടെങ്കിലും സേവനങ്ങളാണെന്നുണ്ടെങ്കിലും നിങ്ങളിലൊരാളായി നിന്നുകൊണ്ട് മേടിച്ചു തരാൻ എനിക്ക് കഴിയുമെന്നുള്ള ഉറപ്പ് ഞാൻ നിങ്ങൾക്ക് തരികയാണ്. എല്ലാ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും അനുഭവിച്ചും അറിഞ്ഞും ജീവിച്ച ഒരു വ്യക്തി ആയതുകൊണ്ട് എനിക്ക് നിങ്ങളിലൊരാളായി പ്രവർത്തിക്കാൻ തീർച്ചയായിട്ടും സാധിക്കുമെന്നുള്ള ആ ഒരു ഉറപ്പും കൂടി ഞാൻ നിങ്ങൾക്ക് തരികയാണ്. ജീവിത വിജയത്തിന്റെ കളിയിൽ ഇനി വിധി നിർണ്ണയിക്കുന്നത് അമ്പയർ അല്ല, എംപയർ തന്നെ. എംപയർ കോളേജ് ഓഫ് സയൻസ്. Empire College of Science, Moondal, Kuttipuram, Malappuram.